മാനിഫെസ്റ്റേഷൻ്റെ പവർഫുൾ ടൂളാണോ വിഷൻ ബോർഡ്? ചിലർ പറയും മാനിഫെസ്റ്റേഷൻ്റെ പവർഫുൾ ടൂളാണ് വിഷൻ ബോർഡ്, ചിലർ പറയും എനിക്കിത് എത്ര അങ്ങോട്ട് വർക്കാവുന്നില്ല എന്ന് പറയും. എന്നാൽ മാനിഫെസ്റ്റേഷൻ്റെ പവർഫുൾ ടൂളാണ് എന്ത്? വിഷൻ ബോർഡ്. പക്ഷേ ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുമ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില ട്രിക്സ് ഉണ്ട് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുമ്പം. ആ ട്രിക്ക് ഫോളോ ചെയ്താൽ വിഷൻ ബോർഡ് വളരെ വേഗം നമുക്ക് അത് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം വിഷൻ ബോർഡിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്ക് എന്താണ് വിഷൻ ബോർഡ് നമുക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാം. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ, നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കുറേ ലക്ഷ്യങ്ങളുണ്ടാവും. ഈ ലക്ഷ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചിത്ര രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതിനെ നമ്മളൊരു ബോർഡിലേക്ക് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ബോർഡ് നമ്മൾ കാണുന്നിടത്ത് വെക്കണം. നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു ഏരിയയിലായിരിക്കണം ഈ ബോർഡ് എന്ത് ചെയ്യേണ്ടത്? സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ 2023 എൻ്റെ ആദ്യത്തെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ കൊണ്ട് കളഞ്ഞിട്ട് ഇരിക്കുവാണല്ലോ. അപ്പം എനിക്ക് എത്രയും പെട്ടെന്നൊരു ജോലി വേണം. അന്നേരം എനിക്ക് ഒരു അധ്യാപിക ആവുക എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നോക്കിയപ്പോഴത്തേക്കിന് PSCയിൽ HSST കമ്പ്യൂട്ടർ സയൻസ് എക്സാം വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ശ്രമമാണ്. അന്നേരം എൻ്റെ വിഷൻ ബോർഡ് ഞാൻ സെറ്റ് ചെയ്തത് എൻ്റെ ഫോണിലെ വാൾപേപ്പറായിട്ടാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ വിഷൻ ബോർഡ്. HSST കമ്പ്യൂട്ടർ സയൻസ് എക്സാം റാങ്ക് 10 എൻ്റെ പേരൊക്കെ എഴുതി. എന്നിട്ട് ഞാൻ അതിനുവേണ്ടി നന്നായിട്ട് എഫേർട്ട് ഇട്ട് കേട്ടോ. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ മൈൻഡ് മാസ്റ്ററിയിലേക്ക് വരുന്നത്. ഞാനിവിടെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്, 2023 ഞാനിത് സെറ്റ് ചെയ്ത് പഠിക്കുന്നത്. അപ്പം ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മൈൻഡ് മാസ്റ്ററിയിലേക്ക് വരുന്നതും എൻ്റെ പിന്നെ സോൾ പവർ ഹയർ ആക്കണമെന്ന് എനിക്ക് മനസ്സിലായി. സോൾ പവർ ഹയർ ആയെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ആ ലക്ഷ്യം നമ്മുടെ കയ്യിൽ തന്നെ എക്കാലവും നിലനിൽക്കത്തും ഉള്ളെന്ന് എനിക്ക് എന്തായാലും മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ സോൾ പവർ ഹയർ ഇത് പഠിക്കുന്നുണ്ടായിരുന്നു. പഠിക്കുന്ന കൂട്ടി തന്നെ എൻ്റെ സോൾ പവർ ഹയർ ആക്കുന്നതിലായിരുന്നു ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അന്നേരം നമ്മുടെ സോളിൻ്റെ നീഡ് എന്താണോ അതിനനുസരിച്ചുള്ള രീതിയിലേ നമ്മൾ പോകത്തുള്ളൂ. നമ്മുടെ ആഗ്രഹം എന്താണോ നമ്മളത് അച്ചീവ് ചെയ്യും. അതിനുശേഷം നമ്മുടെ സോൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ആ ഒരു മാർഗത്തിലേ പിന്നെ നമ്മൾ സഞ്ചരിക്കത്തുള്ളൂ. ഇപ്പോൾ 2023 ജനുവരിയിൽ ഞാൻ ഇത് സെറ്റ് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് വിഷൻ ബോർഡ് ഫ്ലോപ്പായിപ്പോയി. കാരണം അത് വളരെയധികം പരാജയപ്പെട്ടു പോയി. അതിനുശേഷം എൻ്റെ ഇന്നർ വർക്കിലേക്ക് ഇറങ്ങി എൻ്റെ സോൾ പവർ ഹയർ ആവുന്നതിനനുസരിച്ച് എൻ്റെ ചുറ്റുപാട് മാറാൻ തുടങ്ങി. അന്നേരം ഞാൻ വിചാരിച്ചെന്നാൽ നമുക്ക് ഒരു വിഷൻ ബോർഡ് ഒന്നും കൂടെ സെറ്റ് ചെയ്യാവുന്നു. അങ്ങനെ സെറ്റ് ചെയ്ത വിഷൻ ബോർഡാണ് ഞാൻ എൻ്റെ തംബ്നെയിൽ ഇട്ടിരിക്കുന്നത്. ഞാനിത് 2024 ഏപ്രിൽ 30 ഞാൻ ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷൻ ബോർഡിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. അതായത് 2024 ഏപ്രിൽ 30 ഞാൻ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തത്. 24 സെപ്റ്റംബർ ഞാൻ സ്ഥലം വാങ്ങി. 25 ഞാൻ വീട് പണിയും. ദൈവകൃപയാൽ അധികം താമസിക്കാൻ നമ്മുടെ വീടിൻ്റെ പാലുകാച്ചിലുണ്ടാവും. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ എനിക്കൊരു ആഗ്രഹമായിരുന്നു നവരത്ന മോതിരം വേണമെന്ന്. നവരത്ന മോതിരം ഞാൻ അച്ചീവ് ചെയ്തു. പിന്നെ ക്യാഷ്. നമ്മുടെ സോൾ പവർ ഹയർ ആവുന്നതിനനുസരിച്ച് നമ്മൾ എഫേർട്ടും കൂടി ഇടുമ്പോഴത്തേക്കിന് നമ്മളിലേക്ക് നമ്മുടെ പാഷൻ എന്താണോ അതിനനുസരിച്ചുള്ള രീതിയിലൂടെ നമ്മളിലേക്ക് ക്യാഷ് വരും. അത് ബോധപൂർവം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ചെന്ന് തൊടുക. അതിൽ നിന്ന് നമുക്ക് വരുമാനം വരും. ഈ വരുമാനം നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ പയ്യെ ഗ്രോ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ പണം അച്ചീവ് ചെയ്തു. അടുത്താണ് കാറ്. അതും ഞാൻ വളരെ വേഗം എന്ത് ചെയ്യും, മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നായിരിക്കും. അപ്പോൾ എന്താണ് ഈ വിഷൻ ബോർഡ്, നമുക്ക് എന്താണ്, അതൊരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടൂള് തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. കാരണം എൻ്റെ ലൈഫിൽ സക്സസ് ആയ കാര്യമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ 2023 ഞാനിത് ഇന്നർ വർക്കിലേക്ക് വരുന്നു. എൻ്റെ സോൾ പവർ ഹയർ ആവുന്നു. ഞാൻ പഠിച്ച ഉടനെ ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല. ഞാൻ പഠിച്ചു, അതെൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തു. എൻ്റെ എല്ലാ ഏരിയാസിലും ഞാൻ അപ്ലൈ ചെയ്ത് സക്സസ് ആയതിനു ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് വന്ന് എൻ്റെ സക്സസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അന്നേരം എൻ്റെ ഈ
വിഷൻ ബോർഡിനകത്തുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ എനിക്കൊരു ഐഫോൺ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം iPhone 17 ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് ആ ഫോണിലാണ് ഞാനിപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ സോൾ പവർ ഹയർ ആയാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ലക്ഷ്യം ഉണ്ടായിരിക്കുമല്ലോ, ആ ലക്ഷ്യം നമ്മുടെ ആഗ്രഹമാണോ അതോ ആവശ്യമാണോ അതോ അത്യാവശ്യമാണോ, ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ നമുക്കത് വളരെ വേഗം നേടിയെടുക്കാനായിട്ടുള്ള ആ ഒരു പവർ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്തു, അതിനെതിരായിട്ടൊരു നെഗറ്റീവ് ബിലീവ് സിസ്റ്റം നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് രണ്ടാമത്തെ കാര്യം. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ. ഈ 3 കാര്യം ഫോളോ ചെയ്തിട്ടാണ് നമ്മളൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ വേഗം നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരും. പിന്നെ നമ്മൾ സോൾ പവറും കൂടെ ഹയർ ആവുകയാണെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും ആഗ്രഹം വളരെ വേഗം മാനിഫെസ്റ്റ് ചെയ്യട്ടെ.